BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ മാത്രമായി നടപ്പാക്കാൻ സാധ്യത. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് KSRTC വിദഗ്ധ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ സർവീസുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ ടിക്കറ്റ് വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ തന്നെ വഹിക്കും. ഇതിനായി പ്രതിമാസം 90 മുതൽ 100 കോടി രൂപ വരെ അധിക ധനസഹായം ആവശ്യമായി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിനായി സർക്കാർ അനുവദിക്കുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡ് മഹാമാരിക്ക് മുമ്പ് പ്രതിദിനം ഏകദേശം 35 ലക്ഷം യാത്രക്കാരെ സേവിച്ചിരുന്ന KSRTCയിൽ ഇപ്പോൾ 20 മുതൽ 25 ലക്ഷം വരെയാണ് യാത്രക്കാരുടെ എണ്ണം. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. അതേസമയം പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വിഷയത്തിൽ അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഭാവിയിൽ മറ്റ് വിഭാഗം സർവീസുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം പിന്നീട് പരിഗണിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സൗജന്യ യാത്ര സർക്കാർ പോളിസിയാണ്. അതിനുള്ള പണം ബജറ്റിൽ മാറ്റിവെക്കും. KSRTCക്ക് മേൽ സൗജന്യ യാത്രയുടെ ബാധ്യത കെട്ടിവെക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇറക്കിയതിന് പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനായി പൊതുസ്ഥാപനങ്ങളെ സ്വയം പര്യാപ്തമാക്കും. കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയല്ല. ഇടതുപക്ഷം പറയുന്ന ക്ലീശകൾ വെച്ച് കണക്ക് തള്ളാനാവില്ല. KSRTCയിൽ ഇതുപോലെ നഷ്ടമുണ്ടായിട്ടില്ല. ഷെഡ്യൂളും ജീവനക്കാരും കുറഞ്ഞു, എന്നിട്ടും ബാധ്യത കുറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം വടക്കൻ ജില്ലകളിൽ കൂടുതൽ KSRTC സർവീസുകൾ വേണമെന്ന് VT ബൽറാം MLA ആവശ്യപ്പെട്ടു. മലബാർ മേഖലയിൽ KSRTC ഡിപ്പോകളും കുറവാണ്. കൂടുതൽ സർവീസുകൾ വേണം. സർക്കാരിന്റെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ആനുകൂല്യം ഭൂരിഭാഗം വരുന്ന മലബാറിലെ സ്ത്രീകൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. സൗജന്യ യാത്ര മുഴുവൻ സ്ത്രീകൾക്കും ഉപകാരപ്പെടുമെങ്കിൽ കൂടുതൽ സർവീസുകൾ വന്നേ തീരുമെന്ന് MLA പറഞ്ഞു. ഇല്ലെങ്കിൽ യാത്രാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ നിലവിൽ പരിമിതമായ KSRTC ഡിപ്പോകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാനും പ്രാദേശികമായുള്ള അസന്തുലിതാവസ്ഥ ഇല്ലാതെയാക്കാനും സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകണമെന്ന് VT ബൽറാം ആവശ്യപ്പെട്ടു. ഗൗരവമുള്ള വിഷയമാണെന്നായിരുന്നു ഗതാഗത മന്ത്രി CP ജോണിന്റെ മറുപടി. മലബാറിൽ താരതമ്യേന KSRTC സർവീസ് കുറവാണ്. മലബാറിൽ ആകെ 24.3% ബസ്സുകൾ മാത്രമാണുള്ളത്. ആകെ സർവീസുകളിൽ 33% മാത്രം. പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. തൃത്താല കേന്ദ്രീകരിച്ച് ഡിപ്പോ വേണമെന്ന ബൽറാമിന്റെ ആവശ്യത്തിന് KSRTCയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് അനുസരിച്ച് ആലോചിക്കാമെന്നും മന്ത്രി മറുപടി നൽകി. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി ജൂൺ 15 യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് സർക്കാർ. ആദ്യഘട്ടത്തിൽ KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഈ പദ്ധതി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുമെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബജറ്റ് വിഹിതത്തിലൂടെ സർക്കാർ തന്നെ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനം KSRTCക്ക് ആശ്വാസകരമാണ്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പൊതുസ്ഥാപനങ്ങളെ സ്വയം പര്യാപ്തമാക്കിക്കൊണ്ട് ഈ ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വടക്കൻ ജില്ലകളിലെ യാത്രാക്ലേശം പരിഹരിച്ച് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചാൽ മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യം സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഒരേപോലെ ലഭ്യമാകൂ. അടുത്ത മന്ത്രിസഭാ യോഗത്തിലെ അന്തിമ തീരുമാനം ഈ പദ്ധതിയുടെ ഭാവി രൂപരേഖ വ്യക്തമാക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.